ഡോക്ടർ ജിൻഡോ, 650 പേർക്ക് നേരിട്ടും ഏതാണ്ട് 2000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കുന്നതും 600 കോടി വില മതിക്കുന്നതുമായ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ഈ എലപ്പുള്ളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് 2022-23 മദ്യനയത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും ടെൻഡർ വിളിച്ചില്ല, എങ്ങനെ ടെൻഡർ വിളിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് നിക്ഷേപം സ്വീകരിക്കുന്ന ഈ സമയത്ത് ടെൻഡർ വിളിക്കേണ്ട ഒരാവശ്യമില്ല എന്നുമൊക്കെ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വ്യക്തമാകാത്ത എന്ത് പുതിയ കാര്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്? അതായത് മദ്യനയം അനുസരിച്ചാണ് കൊണ്ടുവരുന്നത് ഈ കമ്പനി അവിടെ വരുമ്പോൾ അവിടെ ജലലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി തന്നെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അത് അവിടുത്തെ നാട്ടുകാരെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറയുന്നു. നിയമ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. 650 പേർക്ക് നേരിട്ടും 2000-ഓളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ഉറപ്പാക്കുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇതിലപ്പുറം എന്ത് സംശയമാണ് പ്രതിപക്ഷത്തിന് ബ്രൂവറി വിഷയത്തിൽ ഉള്ളത്? ഗോപി, ഇതിൽ ആദ്യത്തെ ഭാഗം ഇടതുപക്ഷ സർക്കാരിൻ്റെ മദ്യനയത്തിലുള്ള മാറ്റം, അതാണല്ലോ ഇവർ പറയുന്നത്. ഇവർ ഇതിന് മുമ്പത്തെ മദ്യനയത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിലൊരു പ്രശ്നമുള്ളത്, ഇടതു സർക്കാരിൻ്റെ മദ്യനയത്തിൽ അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ അവിടെ ഉള്ള പ്രശ്നം അതൊരു വാഗ്ദാന ലംഘനമാണ്, നയവഞ്ചനയാണ്. കാരണം KPSC ലളിതനെയും ഇന്നസെൻറ്റിനെയും വെച്ച് ഇവർ നടത്തിയ പരസ്യം നമുക്ക് ഓർമ്മയുണ്ട്. ഒന്നാം പിണറായി സർക്കാർ വരാൻ വേണ്ടിയിട്ട് നടത്തിയ പരസ്യം ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും, മദ്യവർജനമെന്ന്. അപ്പോൾ ആ നയത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു നയമാണ് ഇത്. അതുകൊണ്ട് തന്നെ നയവഞ്ചനയാണ്. ഇനി രണ്ടാമത്, എന്താണ് ഇവരുടെ മദ്യ നയം? എത്ര ഭൂമിയുള്ളവർക്കാണ് ഇത്തരം ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാനുള്ള അനുമതി കൊടുക്കുന്നത്? എത്ര ഏക്കർ ഭൂമി അത്തരം സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം? അത്തരം കമ്പനികൾ വരുന്നത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കണം? അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കണം നടത്തേണ്ടത്? അവർ എങ്ങനെയാണ് വാട്ടറും മറ്റ് സൗകര്യങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടത്? അവരുടെ ഇൻപുട്സൊക്കെ എങ്ങനെയാണ് അവർ കളക്ട് ചെയ്യേണ്ടത്? എന്തിനൊക്കെയാണ് ലൈസൻസ് കൊടുക്കുന്നത്? ഏത് രീതിയിലുള്ള കമ്പനികൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിവരം കേരളത്തിലെ സമാനമായി പ്രവർത്തിക്കുന്ന മദ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനികൾക്കോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ അറിയാവുന്ന രീതിയിൽ ഈ സർക്കാരിന്റെ നയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അത് നമുക്കറിയണ്ടേ? കേരളത്തിൽ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാം? കേരള സർക്കാരിൻ്റെ അടുത്ത് ഞാനൊരു ബ്രൂവറി ലൈസൻസിന് വേണ്ടിയിട്ട്, ഡിസ്റ്റിലറി ലൈസൻസിന് വേണ്ടി ചെല്ലുമ്പോൾ എത്ര ഏക്കർ ഭൂമി? അതിനകത്ത് എക്സൈസ് മന്ത്രി തന്നെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഒയാസിസ്. ഇതുപോലെ മറ്റു കൂടുതൽ കമ്പനികൾ വന്നാൽ, നിക്ഷേപവുമായി വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ അതിന് തടസ്സമില്ല എന്നല്ലേ? അതുകൊണ്ട് ഈ കമ്പനിക്ക് ഇനിയിപ്പോൾ പ്രത്യേകം ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ കമ്പനികൾ വരികയാണെങ്കിൽ അവർക്കും ഈ അവർക്ക് സ്ഥലമുണ്ട്, മറ്റ് നിയമപരമായ കാര്യങ്ങളൊക്കെ അവർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? അല്ല ഗോപി, അതിലുള്ള പ്രശ്നം എന്താണ് ക്രൈറ്റീരിയ? എത്ര ഏക്കർ ഭൂമി വേണം? എത്ര ഏക്കർ ഭൂമിക്കകത്തുള്ള പ്ലാന്റ് ആണ്? അവരെങ്ങനെയാണ് അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ്? അവരെങ്ങനെയാണ് വെള്ളം കളക്ട് ചെയ്യുന്നത്? അവരെങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്? ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്? എന്താണ് അവരുടെ മറ്റ് ടെക്നിക്കൽ സൈഡുകൾ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടുള്ളൊരു നയരേഖ കേരളത്തിന്റെ മുമ്പിൽ ലഭ്യമാണോ? ഇപ്പോൾ എനിക്കൊരു കമ്പനിയുണ്ട്, എൻ്റെ കയ്യിൽ 5 ഏക്കർ സ്ഥലമുണ്ട്, അതുമായിട്ട് ചെന്നാൽ ഈ ബ്രൂവറിക്കും ഡിസ്റ്റിലറിക്കും ലൈസൻസ് കിട്ടുന്ന സാഹചര്യമുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും? ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ലോബിയിങ് നടത്താതെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏത് വ്യവസായിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇനി കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന് പറയുമ്പോൾ, നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരെ നിരന്തരം പുലഭ്യം പറയുന്ന ഇവർ നരേന്ദ്രമോദി സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഈ കമ്പനിയുടെ ആ ഒരു നേട്ടം മാത്രം കാണുമ്പോൾ, പഞ്ചാബിൽ ഈ കമ്പനി 4 കിലോമീറ്റർ ചുറ്റളവിൽ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം അവിടുത്തെ ബോർവെല്ലിലൂടെ കലർത്തി ആളുകളുടെ കുടിവെള്ളം മലിനമാക്കി ഞാൻ ഡോക്ടർ ജിൻഡോ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. അതായത് ഈ കേസിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങളിൽ ഒന്ന്, അതായത് രമേശ് ചെന്നിത്തല തന്നെ സഭയിൽ ഉന്നയിച്ചത് ഈ കമ്പനിക്ക് ഇത് നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന എന്ത് വാദമാണ് താങ്കൾക്കുള്ളത്? ഞാൻ പറഞ്ഞത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് സ്പിരിറ്റ് നിർമ്മാണത്തിൽ സംസ്ഥാനത്തിന് വൻ സാധ്യതയുണ്ട് എന്ന് ധനമന്ത്രി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം അത് ഒരിക്കൽ കൂടി വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് 25% എഥനോൾ അനുവദിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം എന്ന് ഈ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നയ വ്യതിയാനം എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുമെന്ന ഇടത് സർക്കാരിൻ്റെ മദ്യനയത്തിലെ പ്രഖ്യാപനം, വാഗ്ദാനത്തെക്കുറിച്ചാണ്. അത് നമുക്ക് മറ്റൊരർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ ബ്രൂവറി വിഷയത്തിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺ അതല്ലല്ലോ. നിങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ്. അത് തെളിയിക്കാവുന്ന എന്ത് പോയിന്റാണ് താങ്കളുടെ കയ്യിലുള്ളത്?
അല്ല ഗോപി, ഇതിലൊരു കാര്യം, ഒയാസിസ് കമ്പനി 2023 ഡിസംബറിൽ അവർ അപേക്ഷ കൊടുക്കുന്നു. മാസങ്ങളോളം എക്സൈസ് മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഫയൽ പാലക്കാട് ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകുന്നു, നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ഇതിന് സമാനമാണ് ഞങ്ങൾ കോവിഡ് കാലത്ത് PPE കിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം അന്ന് ഉന്നയിച്ചത്. അന്ന് ഞങ്ങളെ വലിയ രീതിയിൽ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്ന നിലപാടാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എടുത്ത നിലപാട്. പകരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയെന്നൊക്കെ വ്യക്തമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനി എന്നുള്ളതാണല്ലോ ഒയാസിസിന്റെ മേന്മ. അങ്ങനെയാണെങ്കിൽ ഡൽഹി മദ്യനയ കേസിൽ ജയിലിൽ പോയതാണ് ഈ കമ്പനിയുടെ ഉടമ. അത് ഈ സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നോ? ഇനി രണ്ടാമത് പഞ്ചാബിൽ പ്രകൃതിയിൽ പരിസ്ഥിതി മലിനീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു കമ്പനിയാണ്. അതിന്റെ പേരിൽ ആ സംസ്ഥാനത്ത് ബാൻ ചെയ്ത ഒരു കമ്പനിയാണ്. അത് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിരുന്നോ? മാത്രമല്ല, കേരളത്തിൽ ഈ കമ്പനി വന്നിട്ട് ചെയ്ത ആദ്യ നടപടി വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ നിന്ന് ഒരു അനുമതി പത്രം വാങ്ങുകയാണ്. ആ അനുമതി പത്രത്തിന് വേണ്ടി കൊടുത്ത അപേക്ഷയിൽ എന്താ പറഞ്ഞത്? പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് എഥനോൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി എന്നാണ് പറഞ്ഞത്. മദ്യനിർമ്മാണ യൂണിറ്റ് എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ, ബ്രൂവറി എന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ കേരളത്തിലെ വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ നിർമ്മിതിയാണ്. രണ്ടാമത്തത്, ആ പഞ്ചായത്തിലുള്ള കർഷകരെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അവിടുത്തെ മെമ്പർമാരെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവിടെ കോളേജ് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് മദ്യ കമ്പനിയാണെന്ന് അറിയുന്നത്. അപ്പൊ കേരളത്തിൽ അവർ തുടങ്ങുന്നത് തന്നെ വ്യാജ നിർമ്മിതിയിലൂടെയാണ്. അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി അതിനപ്പുറത്ത് മുഖ്യമന്ത്രി പറയുന്നത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്ന. പാലക്കാട് ജില്ല ഒരു മഴ നിഴൽ പ്രദേശമാണ്, അതിൽ സംശയമില്ലല്ലോ. അവിടെ റെയിൻ വാട്ടറിന്റെ അളവ് കുറവാണ്, അവിടെ മറ്റേ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ കുറവാണ്, അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കൊക്കക്കോള കമ്പനിക്കെതിരെ നിരന്തര സമരം ചെയ്ത് അവിടെ നമ്മൾ അവരേക്ക് ആട്ടിപ്പായിച്ചത്. അവിടുത്തെ കർഷകർക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല, സാധാരണ മനുഷ്യർക്ക് കുടിവെള്ളം കൃത്യമായിട്ട് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. പൈപ്പിലൂടെ വരുന്ന കാറ്റിന് പോലും കാശ് വാങ്ങുന്ന ഒരു സർക്കാരിന്, കുടിവെള്ളം ഉറപ്പു നൽകാൻ പറ്റാത്ത ഒരു സർക്കാരിന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം മദ്യ കമ്പനിക്ക് കൊടുക്കാനായിട്ട് കുടിവെള്ള സംഭരണി ഉണ്ടാക്കും, മഴവെള്ള സംഭരണി ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കും? സാധാരണക്കാരന്, കർഷകന് വെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ മദ്യ കമ്പനിക്ക് വെള്ളം കൊടുക്കും എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു അങ്ങനെ കൊടുക്കാൻ സാധ്യമല്ല എന്ന്. ഇനി ഈ കമ്പനി തന്നെയാണ് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നതെങ്കിൽ ഇവർക്ക് 26 ഏക്കർ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ. ഈ 26 ഏക്കർ സ്ഥലത്ത് എത്ര ഏക്കർ സ്ഥലത്താണ് അവർ മഴവെള്ള സംഭരണി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള വിവരം ഈ സർക്കാരിന്റെ മുമ്പിലുണ്ടോ? ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കില്ല എന്ന് സർക്കാർ കമ്പനി പറഞ്ഞിട്ടുണ്ട് 5 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത്. മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള ജലമാണ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്, അല്ലാതെ ഭൂഗർഭജലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കേരള വാട്ടർ അതോറിറ്റി എങ്ങനെയാണ് അവർക്ക് ജലം എത്തിക്കുക എന്ന കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തത വേണം. ശരിയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇനി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഗവൺമെന്റ് ഓർഡർ നമുക്ക് പരിശോധിക്കാമല്ലോ. കമ്പനിയുടെ PR നോട്ടീസ് പോലെയാണ്. മന്ത്രി തന്നെ കമ്പനിയുടെ PR ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ പറയുന്നത് എന്താ? ഇവിടെ സീറോ വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ കമ്പനിക്ക് വേസ്റ്റ് ഇല്ല. ഇതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാൾട്ട്, സ്പിരിറ്റ്, ബ്രാൻഡി, വൈനറി, ബ്രൂവറി ഒക്കെ ഉണ്ട്. ആ ഘട്ടത്തിൽ ഇവർ പറയുന്നത് എന്താ? ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മദ്യ ഉൽപാദനത്തിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മദ്യം നിർമ്മിക്കുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ്, ഈ കപ്പയും മറ്റു കാര്യങ്ങളും ഇവർ ഉപയോഗിക്കുന്നത്, അതിന്റെ വേസ്റ്റ് ഈ കമ്പനിയുടെ മുതലാളിമാരും എക്സൈസ് മന്ത്രിയും കൂടി തിന്നു തീർക്കുമെന്നാണ് ഇവർ പറയുന്നത്. ആ വേസ്റ്റ് എങ്ങനെ ഇവർ മാനേജ് ചെയ്യും? സീറോ വേസ്റ്റ് എന്ന് മന്ത്രി എങ്ങനെയാണ് മുൻകൂട്ടി കണ്ടത്? ഒരു കമ്പനി കൊടുക്കുന്ന, നാളിതുവരെയുള്ള പ്രവർത്തന ചരിത്രത്തിൽ കള്ള കമ്പനി എന്നുള്ള ലേബൽ ഒട്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി, കരിമ്പട്ടയിൽ പെട്ടിട്ടുള്ള ഒരു കമ്പനി കൊടുക്കുന്ന ആ വാക്കാലുള്ള അവരുടെ പ്രസ്താവന വിശ്വസിച്ചുകൊണ്ട് എക്സൈസ് മന്ത്രി PR ഏജന്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും.